കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലേച്ചി, രാത്രിയിൽ ഉറങ്ങാൻ ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിച്ചില്ല. ഇനിയും കുറെ കാലം മെഡിസിൻ കഴിക്കാൻ പറഞ്ഞോ ഡോക്ടർ? ഇല്ലേച്ചി, വേറെ മരുന്നൊന്നുമില്ല. ഉറക്കം വന്നില്ലെങ്കിൽ മാത്രം കഴിക്കാനുള്ള ടാബ്ലറ്റേ ഉള്ളൂ. അത് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്നുറങ്ങണമെങ്കിൽ അത് വേണ്ടിവരും. എത്രയോ ദിവസങ്ങളായി മരുന്നിന്റെ ശക്തി കൊണ്ട് മാത്രം ഉറങ്ങായിരുന്നു ഞാൻ. ഇന്ന് മോന്റെ ശബരേട്ടന്റെയും കൂടെ ശാന്തമായി ഉറങ്ങാന്ന് കരുതിയതായിരുന്നു. അതിനുള്ള ഭാഗ്യം എനിക്കില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ശബരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാഴ്ചക്കകത്ത് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂന്നല്ലേ അച്ഛനും രഘുവേട്ടനും പറഞ്ഞത്? ആ ഒരാഴ്ച നീ സ്വന്തം വീട്ടില് റെസ്റ്റ് ചെയ്യുന്നു മാത്രം കരുതിയാ മതി. ഇല്ലേച്ചി, എനിക്കങ്ങനെ കരുതാൻ പറ്റില്ല. ശബരേട്ടന്റെ ഇൻഷുറൻസ് കമ്പനിയിലെ പണം തിരിച്ചടച്ചാൽ മാത്രം മതിയായിരുന്നെങ്കിൽ അത് മറ്റാരും അറിയാതെയും ചെയ്യായിരുന്നു. വേണമെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ശബരേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാതെ ഇവിടെ കൊണ്ടുവന്നാക്കി അച്ഛനോടും രഘുവേട്ടനോടും ഇക്കാര്യം സംസാരിക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ ശബരേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഉള്ളവരെല്ലാം അറിയിച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? അത് ശബരേട്ടന്റെ മനസ്സിൽ വേറെന്തൊക്കെ ഉള്ളതുകൊണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. വേറെന്തുണ്ടാവാനാ? അവൻ മനസ്സിലൊന്ന് വെച്ച് പുറമെ വേറൊന്ന് കാണിക്കുന്ന ഒരാളായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ലതേ. നീ ഇങ്ങനെ വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ച് മനസ്സിനെ വീണ്ടും കുഴപ്പിക്കല്ലേ. എന്റെ മനസ്സ് ഇനി വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കില്ല ചേച്ചി. അത് കൈവിട്ട് പോകാതിരിക്കാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട്.